ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം അല്ലെങ്കിൽ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലം ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രോബ്ലമാണ്. ഇതിൽ ഒരു സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ അദ്ദേഹത്തിന് 4 സിറ്റികൾ വിസിറ്റ് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് എല്ലാ സിറ്റികളും വിസിറ്റ് ചെയ്യണം. അതിനുശേഷം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തിരിച്ചു വരണം. പക്ഷേ കൺസ്ട്രെയിൻസ് 2 ഉണ്ട്. ഒന്ന്, എല്ലാ സിറ്റികളും വിസിറ്റ് ചെയ്യണം. ഓൾറെഡി ഒരു തവണ വിസിറ്റ് ചെയ്ത സിറ്റി രണ്ടാമത് വിസിറ്റ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത്, തിരിച്ച് ഏറ്റവും അവസാനം തുടങ്ങിയിടത്ത് തീരണം. മിനിമം ആയിട്ടുള്ള പാത്താണ് എടുക്കേണ്ടത്. ഇതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ 1 നിന്നും 2 പോകാം, 2 നിന്നും 3 പോകാം, 3 നിന്നും 4 പോകാം. അല്ലെങ്കിൽ അയാൾക്ക് 1 നിന്നും 4 പോകാം, 4 നിന്നും 2 പോകാം, 2 നിന്നും 3 പോകാം, 3 നിന്നും 1 പോകാം. ഇങ്ങനെ ഏത് പാത്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾറെഡി ഇത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് വെയ്റ്റഡ് ഗ്രാഫായിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഏറ്റവും ചെറിയ വാല്യൂസ് ആയിരിക്കണം ടോട്ടൽ ഈ ട്രാവേഴ്സിൽ കഴിയുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും ചെറിയ ദൂരം ഷോർട്ടസ്റ്റ് പാത്തായിരിക്കണം എടുക്കേണ്ടത്. അതേപോലെ തന്നെ എല്ലാ വെർട്ടെക്സുകളും വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ സിറ്റീസും. ട്രാവലിംഗ് സെയിൽസ്മാൻ്റെ പ്രോബ്ലം കണക്കാക്കി കഴിഞ്ഞാൽ എല്ലാ സിറ്റീസും വിസിറ്റ് ചെയ്യണം. ഒരു തവണ വിസിറ്റ് ചെയ്ത സിറ്റി രണ്ടാമത് പോകാൻ പാടില്ല. ഏറ്റവും ചെറിയ ദൂരമായിരിക്കണം ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാകുക. അതായത് എടുക്കുന്ന ഈ കേസിൽ എഡ്ജസ് ഏറ്റവും ചെറിയ പേരുള്ള എഡ്ജസ് ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു ബ്രൂട്ട് ഫോഴ്സ് ആയിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ 4 വെർട്ടെക്സുകളുണ്ട്. 1, 2, 3, 4. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ വെർട്ടെക്സുകളുടെ പെയറിലും 2 ഡയറക്ഷനിലും എഡ്ജസ് കാണാൻ സാധിക്കും. അതായത് 1 നിന്നും 2 2 നിന്നും 1 അങ്ങനെ എല്ലാ പെയറിലും 2 സൈഡിലേക്കുള്ള എഡ്ജസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിൻ്റെ വാല്യൂസ് നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മെട്രിക്സ് കാണാൻ പറ്റും. അഡ്ജസൻസി മെട്രിക്സിൽ 1 നിന്നും 2 ഉള്ള ദൂരം, 1 നിന്നും 3 എഡ്ജ് ഏതാണ്, അതിൻ്റെ വെയിറ്റ്, 1 നിന്നും 4 അങ്ങനെ എല്ലാ പെയറിൻ്റെയും എഡ്ജുകളുടെ വെയിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുനിന്നും എല്ലാ വെർട്ടെക്സുകളും വിസിറ്റ് ചെയ്യപ്പെട്ട് ഒരു തവണ വിസിറ്റ് ചെയ്ത വെർട്ടെക്സ് രണ്ടാമത് വിസിറ്റ് ചെയ്യാതെ തിരിച്ച് സൈക്കിളായിട്ട് ഫോം ചെയ്യുക. 1 നിന്ന് തുടങ്ങുകയാണെങ്കിൽ തിരിച്ച് 1 തന്നെ എല്ലാ വെർട്ടെക്സുകളും വിസിറ്റ് ചെയ്ത് തിരിച്ചു വരിക. അത്തരത്തിൽ ഏറ്റവും മിനിമം വെയ്റ്റഡ് ആയിട്ടുള്ള എഡ്ജസിൻ്റെ കളക്ഷൻ എടുക്കുക. ഇതാണ് ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം അല്ലെ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വരാൻ സാധിക്കുന്ന എല്ലാ സാധ്യതകളും നമ്മൾ ഈ ഗ്രാഫിൽ ഈ ട്രീയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നുള്ള വെർട്ടെക്സിൽ നിന്നാണ് വിചാരിക്കുക. നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ 1 നിന്നും 2 പോകാം, അതിനുശേഷം അതല്ലെങ്കിൽ 1 നിന്നും 3 പോകാം, അല്ലെങ്കിൽ 1 നിന്നും 4 പോകാം. ഞാൻ ചൂസ് ചെയ്യുന്ന 1 നിന്ന് 2 പാത്താണെങ്കിൽ എനിക്ക് ബാക്കിയുള്ളത് 2 ഓപ്ഷനാവും, 3, 4. അതിൽ ഞാൻ 3 ആദ്യം എടുത്തു എന്ന് വിചാരിക്കുക. 3 എടുത്തതിന് ശേഷം അടുത്തത് സ്വാഭാവികമായിട്ട് 4 എടുക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, 1 നിന്ന് 2 വന്നു, മിച്ചമുള്ള 2 ഓപ്ഷനകത്ത് ഞാൻ 3 4 ഓപ്ഷൻ ഉണ്ട്, ഞാൻ 4 എടുക്കുന്നതെങ്കിൽ അടുത്ത ഓപ്ഷൻ 3 ആണ്. അങ്ങനെ ഇതെല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഓരോന്നെടുത്ത് 1 നിന്നും 3 എടുത്തു, 3 നിന്നും 2 4 പോകാം. 2 എടുക്കുകയാണ് അവസാനം 4 വരും. 4 എടുക്കുന്നതെങ്കിൽ 2 വരും. അങ്ങനെ 4 നിന്നും അങ്ങനെ തന്നെ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം എങ്ങോട്ട് വരണം? ഇവിടുന്ന് എല്ലാം റിട്ടേൺ ചെയ്യേണ്ടത് അവസാനം 1 അതോടെ മനസ്സിലാക്കുക. അതെല്ലാം കഴിഞ്ഞ അവസാനം ഇവിടെ തിരിച്ച് 1 വരണം. ഓക്കെ, ഒരു സൈക്കിൾ ഇവിടെ ഫോം ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഗ്രാഫ് പ്രത്യേകതയാണ്, സൈക്ലിക് ഗ്രാഫാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രീയിൽ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഓരോ വാല്യൂ എടുക്കാം. 4 നിന്നും 1 എത്ര ദൂരമുണ്ട്? 4 നിന്നും 1 വരാൻ വേണ്ടി ഇവിടെ 8 വെയിറ്റ്. ഈ പാത്തിൻ്റെ വെയിറ്റ് 8. അതേപോലെ 3 നിന്നും 1 6. അതുപോലെ അടുത്തത് 4 നിന്നും 1 നമ്മൾ ഓൾറെഡി കണ്ടു, 8 കണ്ടു. അതുപോലെ 2 നിന്നും 1 5 ഈ മെട്രിക്സ് നോക്കിയാൽ കാണാം.
അതേപോലെ 3-ൽ നിന്ന് 1-ലേക്ക്, 3-ൽ നിന്ന് 1-ലേക്ക് 6ആണ്, ഓൾറെഡി നമ്മൾ കണ്ടതാണ് 6. അടുത്ത് 2-ൽ നിന്ന് 1-ലേക്ക്, ഇവിടെ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് 5 കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1 എന്ന് പറയുന്ന സോഴ്സിൽ നിന്നും 2-ലേക്ക് ഇവിടെ 0 ആണല്ലോ. 5 സഞ്ചരിച്ചാൽ 2-ലേക്ക് എത്താം, 6 സഞ്ചരിച്ചാൽ 3-ലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടു. ഇനി തൊട്ട് മുകളിലത്തെ ലെവലിലേക്ക് പോയെന്ന് വെച്ചോ, ഈ 3 എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ 1-ൽ നിന്നും 3-ലേക്ക് എത്ര ദൂരം വരാനുണ്ടെന്നാണ് നമുക്ക് കാണേണ്ടത്. 3-ൽ നിന്നും 4-ലേക്ക്, അതിനുശേഷം 4-ൽ നിന്നും 4-ൽ 1-ലേക്കുള്ള ദൂരം കൂടി കൂട്ടിയാൽ ഇങ്ങോട്ടുള്ള ടോട്ടൽ വെയിറ്റ് കിട്ടും. അതെങ്ങനെയാണ് വരിക? ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം 3-ൽ നിന്നും 4-ലേക്ക് 12ആണ്. 3-ൽ നിന്നും 4-ലേക്ക് 12ആണ് അല്ലേ? അതേപോലെ അടുത്തത് 4-ൽ നിന്നും 3-ലേക്ക്, 4-ൽ നിന്നും 3-ലേക്ക് 9ആണ്. അതേപോലെ 2-ൽ നിന്നും 4-ലേക്ക് 10ആണ്. അടുത്ത 4-ൽ നിന്നും 2-ലേക്ക്, 4-ൽ നിന്നും 2-ലേക്ക് 8ആണ്. 2-ൽ നിന്നും 3-ലേക്ക്, 9ആണ്. അതേപോലെ 3-ൽ നിന്ന് 2-ലേക്ക് ഇവിടെ 13ആണ്. അപ്പോൾ ഈ എഡ്ജ് ഇതെല്ലാം കൂടെ കൂട്ടി അവസാനം ഇവിടെ 3-ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വാല്യൂ എഴുതുമ്പോൾ 12 + 8 എന്ന് എഴുതേണ്ടി വരും. അതായത് ഇവിടെ 12 + 8, അതായത് ഇവിടുത്തെ വാല്യൂ 20ആണ്. അത്തരത്തിൽ 9ഉം 6ഉം കൂടെ കൂട്ടിയാണ് ഇവിടെ 15 വരിക അല്ലേ, ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ദൂരം. അതേപോലെ 1-ൽ നിന്നും 18 സഞ്ചരിച്ചാൽ 2-ലെത്താം, 13 സഞ്ചരിച്ചാൽ 4-ലെത്താം, 1-ൽ നിന്നും 15 സഞ്ചരിച്ചാൽ 2-ലെത്താം, 1-ൽ നിന്നും 18 സഞ്ചരിച്ചാൽ 2 വഴി 3-ലെത്താൻ പറ്റും. ഇനി അടുത്ത കേസ് നോക്കുക. അടുത്ത കേസിൽ നമ്മൾ ഈ 2-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 വഴികളുണ്ട്. 1-ൽ നിന്നും 4, 3 വഴി 2-ലേക്ക് എത്താം, 1-ൽ നിന്നും 3, 4 വഴി 2-ലേക്ക് എത്താം. അപ്പം നമ്മളിവിടെ എഴുതേണ്ടത് 2-ൻ്റെയും കൂടെ കൂട്ടിയിട്ട് ഏറ്റവും ചെറിയത് ഏതാണ് നോക്കിയിട്ട് അത് വേണം ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്, മിനിമം ആയിട്ടുള്ള പാത്ത് വേണം ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എത്രയൊക്കെയുണ്ട്? 20ഉം 15ഉം ഉണ്ട്. ഇപ്പോൾ 2-ൽ നിന്നും 3-ലേക്ക് പോകാൻ വേണ്ടി എത്ര വേണം നോക്കാം. 2-ൽ നിന്നും 3-ലേക്ക് പോകാൻ വേണ്ടി ഇവിടെ 9 വേണം. 2-ൽ നിന്നും 4-ലേക്ക് പോകാനോ? 2-ൽ നിന്നും 4-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് 10 വേണം ഇവിടെ. അതേപോലെ 3-ൽ നിന്നും 2-ലേക്ക് പോകാൻ, 3-ൽ നിന്നും 2-ലേക്ക് പോകാൻ ഇവിടെ വേണ്ടത്, 3-ൽ നിന്നും 2-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് 13 വേണം. അതേപോലെ 3-ൽ നിന്നും 4-ലേക്ക് പോകാൻ വേണ്ടിയിട്ടോ, 3-ൽ നിന്നും 4-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് 12 ആവശ്യമുണ്ട്. 3-ൽ നിന്നും 4-ലേക്ക് പോകാൻ വേണ്ടി 12. അതേപോലെ 4-ൽ നിന്ന് 2-ലേക്ക് പോകാൻ വേണ്ടി ഇവിടെ 8 ആവശ്യമുണ്ട്. അതേപോലെ 4-ൽ നിന്നും 3-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് 9 വെയിറ്റാണ് ഇവിടെ ഉള്ളത്, കോസ്റ്റാണുള്ളത്. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഈ 20-ൽ നിന്നും 9 കൂട്ടുക, 15-ൽ നിന്നും 10 കൂട്ടുക, 18-ൽ നിന്നും 13 കൂട്ടുക, 13 + 12 ഇതെല്ലാം പരസ്പരം കൂട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഓരോ പെയറിനകത്ത് ഏറ്റവും ചെറുത് ഏതാണ്? 20ഉം 29ഉം ഇവിടെ 25ഉമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സെലക്ട് ചെയ്യണം? ഇതാണ് ഒന്നാമത്തെ പാത്ത്, രണ്ടാമത്തെ പാത്ത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ചെറുതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ എടുക്കുമ്പം 29ഉം ഓപ്ഷൻ ഏതാ? 25ഉമാണ്. അതുകൊണ്ട് 25 എന്നുള്ള ചെറുതാണ് നമ്മൾ എടുക്കുക. അതേപോലെ ഇവിടെ 18ഉം 13ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരിക? ഇവിടെ 31ആണ് വരിക. 31ഉം ഇവിടെ എത്ര വരിക? 12ഉം 13ഉം 25. 2 ഓപ്ഷനാണ് ഉള്ളത്, അതിനകത്ത് നിന്ന് 25ആണ് നമ്മൾ എടുക്കുക അല്ലേ. അതേപോലെ ഇതെടുക്കുക, 15ഉം 8ഉം 23ആണ് ഈ പാത്തിൻ്റെ വെയിറ്റ്. ഈ പാത്തിൻ്റെ വെയിറ്റ് എത്രയാണ്? 9ഉം 18ഉം 9ഉം 18ഉം എത്രയാണ് വരിക? 27ആണ് വരിക. 27. അതുകൊണ്ട് ഇവിടെ 23ആണ് എടുക്കുക, 27 ഒഴിവാക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഈ പാത്ത് എടുത്തു, അതിനുശേഷം ഇനി എന്താ ചെയ്യുക? 1-ലേക്ക് പോകാൻ വേണ്ടി ഏതൊക്കെ വഴികളുണ്ട്? 1-ൽ നിന്നും 2 വഴി ഇങ്ങോട്ട് പോകാം, 1-ൽ നിന്നും 3 വഴി ഇങ്ങോട്ട് പോകാം, 1-ൽ നിന്നും 4 വഴി പോകാം. അപ്പോൾ 1-ൽ നിന്നും 2-ലേക്ക് എത്ര ദൂരമുണ്ട്? 1-ൽ നിന്നും 2-ലേക്ക് 10ആണ് ഈ എഡ്ജിൻ്റെ വെയിറ്റ്. 1-ൽ നിന്നും 3-ലേക്കോ? 1-ൽ നിന്നും 3-ലേക്ക് 15ആണ് അല്ലേ. 1-ൽ നിന്നും 4-ലേക്ക് 20ആണുള്ളത്. ഇതിൽ നിന്ന് ഏത് വേണം സെലക്ട് ചെയ്യാൻ?
നമ്മളെല്ലാ ഓപ്ഷനും കൂടി കൂട്ടി നോക്കുക. അതായത് ഇവിടെ മിനിമമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന 25 25ഉം 10ഉം കൂടിയാണ് ഇങ്ങോട്ടുള്ള ഈ പാത്തിൻ്റെ നീളം. അതായത് 35 ഈ പാത്തിൻ്റെ നീളം അല്ലേ. അതേപോലെ ഈ നമ്മൾ ഓൾറെഡി കണ്ടുവച്ച് ഈ പാത്ത് 25 25ഉം 15ഉം, അതായത് 25 + 15, അതായത് 40 ഈ പാത്ത് 1, 3 എന്നുള്ള പാത്ത് എടുത്താൽ അതിൻ്റെ നീളം. സപ്പോസ് 4 വഴിയാണ് എടുക്കുന്നതെങ്കിലോ, 1 നിന്നും 4ലേക്ക് 20 ഉണ്ട്, ബാക്കിയുള്ളതിൽ ഷോർട്ടസ്റ്റ് പാത്ത് 23. അതായത് ഇതെടുത്ത് കഴിഞ്ഞാൽ 23 + 20 43 വരും ഈ പാത്ത് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. 25 + 10 എന്ന് പറഞ്ഞാൽ 35. 1, 3 25 + 15 എന്ന് പറഞ്ഞാൽ 40. അടുത്തത് 1, 4 ബാക്കി എന്ന് പറഞ്ഞാൽ 23ഉം 20 43. ഇതിൽ ഏറ്റവും ചെറുത് 35. അതുകൊണ്ട് ഈ പാത്താണ് സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? 1 നിന്നും 2 വരിക അല്ലേ, ഇങ്ങനെ വരിക. 1 നിന്നും 2 വരിക. 2 നിന്ന് ഏറ്റവും ചെറുത് ഏതാ? റൈറ്റിലേക്കുള്ളതാണ് അല്ലേ, 25 കിട്ടിയതാണ്. ഇങ്ങോട്ട് വരിക, ഇതിൽ നിന്നും താഴേക്ക് വരിക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ കുഴപ്പം എന്താ, ഇവിടെ നമ്മൾ ആൻസർ കിട്ടി, പക്ഷേ എല്ലാ പോസിബിളായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ എടുത്തതിന് ശേഷമാണ് ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ കണ്ടത്. ഓക്കെ, ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടുക എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് കാണാം.